എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. ഈ ഷാരോൺ കേസിൽ ദൃക്സാക്ഷികളില്ലാതെന്ന കേസായിട്ട് കൂടി കേരള പോലീസിന്റെ പിഴവില്ലാത്ത അന്വേഷണവും പ്രോസിക്യൂഷന്റെ കൃത്യതയുള്ള വാദങ്ങളുമാണ് ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ ഉറപ്പാക്കിയത്. ഇതിൽ ഒരു ഘട്ടത്തിൽ പോലും പോലീസിന്റെ അന്വേഷണത്തെ കോടതി തള്ളി പറഞ്ഞില്ല. അതായത് പോലീസ് ഏറ്റവും സമർത്ഥമായി അന്വേഷിച്ചു എന്ന് പറഞ്ഞ് കേരള പോലീസിന്റെ അന്വേഷണത്തെ കോടതി അഭിനന്ദിച്ചു. സാഹചര്യ തെളിവുകളെയും ശാസ്ത്രീയ തെളിവുകളെയും എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്ന് ഈ കേസിലൂടെ പോലീസ് കണ്ടെത്തി. സംരക്ഷിക്കാൻ ജനങ്ങളുടെ സ്വത്തും ജീവനും സ്വൈര ജീവിതവും സംരക്ഷിച്ച് പിടിക്കാൻ, അതാണ് പോലീസ്. പ്രായമായിരുന്നു ബ്രഹ്മായുധമായി അല്ലെങ്കിൽ വജ്രായുധമായി പ്രതിഭാഗം കരുതി വെച്ചത്. എനിക്ക് നീതി വേണം യുവർ ഓണർ. തരാം, നോക്കട്ടെ. ഷാരോണുമായുള്ള വിവാഹ നിശ്ചയത്തിന് ശേഷം ഈ പ്രതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അതിനുവേണ്ടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ വിഷം നൽകി കൊലപ്പെടുത്തുന്നത് എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് നൽകുക? അതായത് നീ അടക്കമുള്ള പെൺവർഗം മറ്റാരും കാണാത്തത് കാണും. നിങ്ങൾ ശപിച്ചുകൊണ്ട് കൊഞ്ചും, ചിരിച്ചുകൊണ്ട് കരയും, മോഹിച്ചുകൊണ്ട് വെറുക്കും. 24 വയസ്സേ ഉള്ളൂ. ആ വാദത്തെ വേരോടെ പിഴുതെടുത്ത് തൂക്കിയടിക്കുന്നു കോടതി. ഷഫീദ്, കോടതി മുറിക്കുള്ളിൽ ഇത് എന്തായാലും വധശിക്ഷ എന്ന പോസിബിലിറ്റിയിലേക്ക് പ്രതിഭാഗമോ ഗ്രീഷ്മയോ ആലോചിച്ചിരുന്നതേ ഇല്ല. തെളിവെടുപ്പ് സമയത്ത് ചിരിച്ചുല്ലസിച്ച് വളരെ കാമാൻ കൂളായി പോകുന്ന ഗ്രീഷ്മയെ നമ്മൾ പലയാവർത്തി കണ്ടവരാണ്. ഒന്നും പേടിക്കണ്ട, വക്കീലിനും ജാമ്യത്തിനും വേറെ വേറെ തുക. ആൾ ജാമ്യം വേണേ ആൾ ജാമ്യം. ഇതൊക്കെ ആയിട്ട് സ്റ്റേഷനിൽ വരാൻ ഏർപ്പാട് ചെയ്തിട്ടാ അളിയാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പെൺബുദ്ധി പിൻബുദ്ധി എന്നാ പറയുന്നത്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.